മൂത്ത സഹോദരൻ റെജി, രണ്ടാമത്തെ സഹോദരനാണ് ഈ സജി എന്ന് പറയുന്ന ആള്. നാട്ടുകാരുമായി അത്ര അടുപ്പമില്ലാത്ത ആള് തന്നെയായിരുന്നു ഈ സജി എന്ന് പറയുന്ന ആള്. നാട്ടുകാരുമായി സംസാരിച്ചിരുന്നതും ഈ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ, കുരുമുളക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വ്യാപാരം നടത്തിയിരുന്ന ആളും ഈ റെജി എന്ന് പറയുന്ന ആളാണ്. കഴിഞ്ഞ ഒരു മാസമായി റെജീനെയും മാതാവിനും പുറത്തേക്ക് കാണാതെ വന്നപ്പോഴാണ് ഈ നാട്ടുകാർക്ക് ആദ്യഘട്ടത്തിൽ ഒരു സംശയം ഉണ്ടാകുന്നത്. സജിയോട് ഈ റെജിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ധ്യാനത്തിന് പോയി, അല്ലെങ്കിൽ സഹോദരിയായിട്ടുള്ള സിനിയുടെ വീട്ടിൽ പോയി എന്നുള്ള വിചിത്രമായിട്ടുള്ള പല പല മറുപടികളായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ അതിൽ ഇവർക്ക് ഈ നാട്ടുകാർക്കും ഒരു സംശയമുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള മറുപടി അവരുടെ ഭാഗത്തുനിന്നും ലഭിച്ചിരുന്നില്ല, ഈ സജിയുടെ ഭാഗത്തുനിന്നും ലഭിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ഘട്ടത്തിൽ സിനിയുടെ വീട്ടിലേക്ക് ഈ മാതാവും സഹോദരനും പോയി എന്ന് നാട്ടുകാരനോട് പറയുകയാണ്. അതേ നാട്ടുകാരൻ തന്നെയാണ് സിനിയെ വിളിച്ച് ഈ മാതാവും സഹോദരനും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ സിനി പറയുന്നു തങ്ങളുടെ വീട്ടിൽ അവർ എത്തിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത്. കൂടാതെ ഒരാഴ്ച മുമ്പ് ഈ സജി നാട്ടിലിറങ്ങി ഈ ആളുകളോടൊക്കെ തൻ്റെ വിവാഹമാണ്, വിവാഹത്തിന് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചിരുന്നതായൊക്കെ പറയുന്നുണ്ട്. ഇവരെ ഈ നാട്ടിലുള്ള ആൾക്കാരാണോ? ഈ അടുത്ത കാലത്ത് കല്യാണം വിളിച്ചിരുന്നു. എന്താ പറഞ്ഞേ? ഇവിടെ നെടുങ്കണ്ടം പള്ളിക്കാൻ വെച്ച് 30-ാം തീയതി ആദ്യം ഒരു ഡേറ്റ് പറഞ്ഞു. അന്ന് മാറ്റിയിട്ട് ഈ 30-ാം തീയതി ഡേറ്റ് പറഞ്ഞു. അവനവിടെ പാർട്ടി നടത്തിയ ആൾക്കാർക്കൊക്കെ ചിലവ് ചെയ്തു. നാട്ടുകാരെ മൊത്തം ഒരു 500 പേരെ കല്യാണം വിളിച്ചിട്ടുണ്ട്. നാട്ടിലുള്ള 500 ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ആദ്യം കല്യാണം മാറിപ്പോയപ്പോൾ എന്തെന്നാ പറഞ്ഞേ? കല്യാണം മാറിയതായിട്ട് എന്തെങ്കിലും? ഇവൻ്റെ അമ്മയുടെ ആരാണ്ട് മരിച്ചുപോയി, അമ്മയും ചേട്ടനും അങ്ങോട്ട് പോയേക്കൊന്നാണ്. അങ്ങനെയാണ് പറഞ്ഞത്. പല ആൾക്കാരോടും പലതാണ് പറഞ്ഞത്. ചിലരോട് പറഞ്ഞു അമ്മയും ചേട്ടനും കൂടെ തേനി പിടിക്കുള്ളതിൽ പോയേക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റ് സംശയം വന്നു. അവസാന സമയത്ത് ഈ സജിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുന്നു? സംശയമില്ല, അവൻ നല്ല ഹാപ്പി ആയിരുന്നു. വൈകിട്ട് വന്ന് സ്മോളൊക്കെ സിറ്റി വന്ന് സ്മോൾ അടിക്കും, കയറി പോവും, ഇറച്ചി മേടിച്ചുകൊണ്ട് പോകും, വീട്ടിൽ കൊണ്ട് കറി വെക്കും. ആയിട്ട് അങ്ങനെ കമ്പനി ഉണ്ടായിരുന്നോ? എനിക്ക് എൻ്റെ കടയിൽ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കും, ലാവിഷായിട്ട് പോകും, സന്തോഷമായിട്ട് നടക്കുക. യാതൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല.